PSC എഡ്യൂക്കേഷൻ ആസ്പിറേഷനിലേക്ക് സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ 7ാമത്തെ ക്ലാസ് ആണ് നൽകാനായിട്ട് പോകുന്നത്. 2021 മെയ് മാസം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുന്നത് LGSനോ LDCക്കോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ ഡിഗ്രി ലെവൽ പ്രിലിമിനറിനോ ഒക്കെ ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയ്ക്കും കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മുൻപുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഓസ്കാർ അവാർഡാണ്. 2021 ഓസ്കാർ അവാർഡ്. 2021 ഓസ്കാർ അവാർഡ് എത്രാമത്തെ ഓസ്കാർ അവാർഡായിരുന്നു എന്ന് ചോദിച്ചാൽ 93ാമത് ഓസ്കാർ അവാർഡായിരുന്നു 2021 നൽകപ്പെട്ടത്. അപ്പൊ 93ാമത് ഓസ്കാർ അവാർഡ്. ഇത്തരത്തില് ഈ മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാല് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഒരു വനിതയ്ക്കാണ്, ഒരു വിമണ്ണാണ്. ക്ലെയ് ഷാവോ. ആരാണ്? ക്ലെയ് ഷാവോ. നൊമാഡ്ലാൻഡ് ഫിലിമിന്റെ സംവിധായികയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഉള്ള പ്രത്യേകതകൾ കൂടി പഠിച്ചു വെക്കണം. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ വംശജയാണ് ക്ലെയ് ഷാവോ. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ വംശജയാണ് ക്ലെയ് ഷാവോ. 2021 മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഏഷ്യൻ വംശജയാണ്. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ഫസ്റ്റ് ഏഷ്യൻ വംശജയാണ്. ഇനി സെക്കൻഡ് വുമൺ ആണ്, രണ്ടാമത്തെ വനിതയാണ്. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിതയാണ് ക്ലെയ് ഷാവോ. അപ്പോൾ ആദ്യത്തെ വനിത ആരാന്നൊരു ചോദ്യം വേണമെങ്കിൽ പഠിച്ചു വെക്കാം. കത്രിയാൻ ബിംഗ്ലോയാണ്. കത്രിയാൻ ബിംഗ്ലോയാണ് ആദ്യ വനിത. ഓസ്കാർ സംവിധാന പുരസ്കാരം നേടുന്ന ആദ്യ വനിത കത്രിയാൻ ബിംഗ്ലോയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ക്ലെയ് ഷാവോയെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. ഇത്തരത്തില് 17 വനിതകൾക്കാണ് ഇത്തവണത്തെ ഓസ്കാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എത്ര വനിതകൾക്കാണ് 2021 ഓസ്കാർ അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 17 വനിതകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച ചിത്രം നൊമാഡ്ലാൻഡ്. വീടില്ലാത്ത അമേരിക്കക്കാരുടെ കഥ പറയുന്ന ചിത്രമാണ് നൊമാഡ്ലാൻഡ്. മികച്ച ചിത്രം നൊമാഡ്ലാൻഡ്. വീടില്ലാത്ത അമേരിക്കക്കാരുടെ കഥ പറയുന്ന ചിത്രമാണ്. ഇനി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്റണി ഹോപ്കിൻസ് ആണ്. മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ്. ഇദ്ദേഹം ഏത് ഫിലിമിലാണ് അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് ചോദിച്ചാൽ ദ ഫാദർ. ഇദ്ദേഹത്തിന്റെ ഏത് ഫിലിമിലെ അഭിനയത്തിനാണ് ഓസ്കാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്? ദ ഫാദർ എന്ന ഫിലിമിന്റെ അഭിനയത്തിലാണ്. അതുപോലെ തന്നെ ഇത്തരത്തില് ഓസ്കാർ സംവിധാന പുരസ്കാര വിഖ്യാത ചലച്ചിത്രകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ്. ഓസ്കാർ മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ആന്റണി ഹോപ്കിൻസ്. ഇനി മികച്ച നടി ഫ്രാൻസിസ് മക്ഡോർമൻസ് ആണ്. ഫ്രാൻസിസ് മക്ഡോർമൻസ്. ഇനി ഇവർക്ക് ഏത് ഫിലിമിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ നൊമാഡ്ലാൻഡിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നൊരു ചോദ്യം വരാം. ആൻ റോത്തിനാണ്. ആൻ റോത്ത്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആൻ റോത്തിനാണ്. ആൻ റോത്തിന്റെ പ്രത്യേകത ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. ഏതാണ്ട് 89 വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത്. ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരമാണ് 2021 ലഭിച്ചിരിക്കുന്നത് ആൻ റോത്തിന്. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറയാം. 2021 നൽകിയത് 93ാമത് ഓസ്കാർ പുരസ്കാരം. ആകെ ലഭിച്ചത് 17 വനിതകൾക്കാണ്. മികച്ച സംവിധായിക, മികച്ച സംവിധാനത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നത് ക്ലെയ് ഷാവോയാണ്. ക്ലെയ് ഷാവോ ഫസ്റ്റ് ഏഷ്യൻ വംശജയും രണ്ടാമത്തെ വിമണുമാണ് സംവിധാന പുരസ്കാരം നേടുന്നത്. ഫസ്റ്റ് കത്രിയാൻ ബിംഗ്ലോയാണ്. അതുപോലെ തന്നെ മികച്ച ചിത്രം നൊമാഡ്ലാൻഡ് ആണ്. മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ് ദ ഫാദർ. മികച്ച നടി ഫ്രാൻസിസ് മക്ഡോർമൻസ്, ചിത്രം നൊമാഡ്ലാൻഡ്. മികച്ച വസ്ത്രാലങ്കാര പുരസ്കാരം ലഭിച്ചത് ആൻ റോത്ത്. ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓസ്കാറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ്, പ്രിയങ്ക മോഹിതെ. ആരാണ് പ്രിയങ്ക മോഹിതെ എന്നൊരു ചോദ്യം ചോദിച്ചാല് മൗണ്ട് എവറസ്റ്റ് 2013 കീഴടക്കിയ വനിതയാണ്. പക്ഷെ ഇപ്പൊ കറണ്ടായിട്ട് പഠിച്ചു വെക്കേണ്ടത് 2021 മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ്. മൗണ്ട്
അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രിയങ്ക മോഹിതെ. പഠിച്ചു വെക്കണേ, പ്രിയങ്ക മോഹിതെ. മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വിമൺ ആണ് ആര്? പ്രിയങ്ക മോഹിതെ. അപ്പൊ ഫസ്റ്റ് ഇന്ത്യൻ വിമൺ ആണ്. 28 വയസ്സാണ് ഇവരുടെ പ്രായം എന്ന് പറയുന്നത്. ഇവർ ഏത് സംസ്ഥാനത്താണ് ഇവരുടെ ജന്മദേശം അല്ലെങ്കിൽ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ സത്താറയാണ്. മഹാരാഷ്ട്രയാണ് സംസ്ഥാനം, സത്താറയിലാണ് ഇവരുടെ ജന്മസ്ഥലം. അപ്പൊ ഓർത്ത് വെക്കുക, മൗണ്ട് അന്നപൂർണ കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? പ്രിയങ്ക മോഹിതെ. 2021 അപ്പോ ഇത്തരത്തില് ഇവരെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത് 2013 എവറസ്റ്റ് കീഴടക്കിയിരുന്നു, അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മൗണ്ട് അന്നപൂർണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാലയത്തിനോട് ചേർന്ന്, ഹിമാലയത്തിലെ നേപ്പാളിനോട് ചേർന്നിട്ടാണ് ഈ മൗണ്ട് അന്നപൂർണ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. ലോകത്തിലെ തന്നെ 10ാമത്തെ വലിയ കൊടുമുടിയാണ് മൗണ്ട് അന്നപൂർണ എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ മൗണ്ട് അന്നപൂർണ നേപ്പാളിലാണ്, ഹിമാലയത്തിൽ നേപ്പാളിനോട് ചേർന്നിട്ടാണ് ലോകത്തിലെ 10ാമത്തെ വലിയ കൊടുമുടിയാണ്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 891 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും. അപ്പോ ഓർത്തു വെക്കേണ്ടത് മൗണ്ട് അന്നപൂർണ കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത പ്രിയങ്ക മോഹിതെയാണ്. ഇവരുടെ ജന്മദേശം മഹാരാഷ്ട്ര സത്താറ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, 100ാമത് വാർഷികം ആഘോഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അപ്പോ 2021 100ാമത് വാർഷികം ആഘോഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ പാർട്ടിയല്ല, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് ചോദിച്ചാൽ 1921 ഏപ്രിൽ 23 നമുക്കറിയാം KPCC അല്ലെ, KPCCയുടെ ആദ്യ സമ്മേളനം നടന്ന ഒറ്റപ്പാലത്ത് വെച്ച് എന്ന് നമുക്കറിയാം അല്ലെ. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് സമ്മേളനം നടന്ന 1921 ഏപ്രിൽ 23 അല്ലെ. അപ്പോൾ അതിന്റെ 100ാം വാർഷികം ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1921 ഏപ്രിൽ 23 നടന്ന ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിന്റെ 100ാം വാർഷികമാണ് 2021 ഏപ്രിൽ 23. ഏപ്രിൽ മെയ് മാസത്തിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഏപ്രിൽ 23 ആഘോഷിച്ചത്. അപ്പൊ നമുക്കറിയാം അതില് ടി പ്രകാശമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശം. അപ്പോ ഏത് KPCCയുടെ എത്രാമത് വാർഷികമാണ് 2021 ആഘോഷിച്ചതെന്ന് ചോദിച്ചാല് എത്രാമത്തെയാണ്? 100ാമത് വാർഷികമാണ്. അപ്പൊ 1921 ഏപ്രിൽ 23 ഇത്തരത്തിൽ ഒറ്റപ്പാലത്ത് വെച്ച് KPCCയുടെ സമ്മേളനം നടന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, 2021 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. 2021 ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാല് 180 രാജ്യങ്ങൾ വെച്ചിട്ടാണ് ഇത് കണക്കാക്കുന്നത്. 142ാം സ്ഥാനമാണ്. കുറച്ച് പിറകിലാണ്, കുറച്ചല്ല നല്ലപോലെ പിറകിലാണ്. 142ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 1ാം സ്ഥാനത്ത് വരുന്നത് നോർവേയും, 2ാം സ്ഥാനത്ത് ഫിൻലാൻഡും, 3ാം സ്ഥാനത്ത് ഡെൻമാർക്കും ഒക്കെയാണ്. 142ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അപ്പൊ 1ാം സ്ഥാനം ഏതിനാണ്? നോർവേക്കാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയില് 2021 ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 142. 1ാം സ്ഥാനം നോർവേ, 2ാം സ്ഥാനം ഫിൻലാൻഡ്, 3ാം സ്ഥാനം ഡെൻമാർക്ക്. ഓക്കെ. നെക്സ്റ്റ്, രാജ്യസഭയിലേക്ക് എതിരില്ലാതെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെ? 3 പേരാണ് രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1 വി ശിവദാസൻ, 2 ജോൺ ബ്രിട്ടാസ്, 3 PV അബ്ദുൾ വഹാബ്. ജോൺ ബ്രിട്ടാസിനെ നമുക്കറിയാം, മാധ്യമപ്രവർത്തകനാണ് അല്ലെ. അപ്പൊ CPIM ആണ്, അത് മാധ്യമപ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ PV അബ്ദുൾ വഹാബ് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 3 വ്യക്തികൾ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ്, PV അബ്ദുൾ വഹാബ്. ഓക്കെ. നെക്സ്റ്റ്, 2 വിയോഗങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാം. മരണം, കുറച്ച് പേരുടെ ഇത്തരത്തിലുള്ള വിയോഗങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ ഇതിനോട് ചേർത്ത് പഠിച്ചു വെക്കുക. മെയ് മാസത്തെ കുറെ കാര്യങ്ങളൊക്കെ, ഏപ്രിൽ മെയ് മാസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ വിയോഗങ്ങൾ പ്രധാനമായും 2 പേരാണ്, 2 പ്രധാനപ്പെട്ട വ്യക്തികൾ. 1 ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി M നരസിംഹം. നമുക്കറിയാം ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ 2-3 ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എക്കണോമിക്സിന്റെ 7ഓളം ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ പറഞ്ഞ ബാങ്കിങ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം നരസിംഹം കമ്മീഷനാണ്. അപ്പൊ M നരസിംഹം കമ്മീഷൻ, ബാങ്കിങ് മേഖലാ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട M നരസിംഹം കമ്മീഷൻ, അദ്ദേഹം അന്തരിച്ചത് 2021 ഏപ്രിൽ മെയ് മാസത്തിലാണ്.
അപ്പൊ ഏപ്രിൽ മാസത്തിലാണ്. അപ്പൊ ഓർത്ത് വെക്കുക, ബാങ്കിങ് മേഖലാ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എം നരസിംഹ കമ്മീഷൻ മരിച്ചു. അപ്പൊ ഓർത്തു വെക്കേണ്ടത് അദ്ദേഹത്തിന്റെ വിയോഗമാണ്. അതുപോലെ ഓർത്തു വെക്കേണ്ടത് ഇദ്ദേഹം 13ാമത്തെ RBI ഗവർണർ ആയിരുന്നു. ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിഷ്കാര കമ്മീഷന് ഒക്കെ നേതൃത്വം നൽകിയ വ്യക്തിയാണ്, പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. 13ാമത്തെ RBI ഗവർണർ ആയിരുന്നു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അന്തരിച്ച നരസിംഹം കമ്മീഷൻ എത്രാമത്തെ RBI ഗവർണർ ആയിരുന്നു ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, അദ്ദേഹം ഇപ്പൊ മരിച്ചത് കൊണ്ട് റീസെന്റ് ആയിട്ട് ചോദിക്കാം. 13ാമത്തെ RBI ഗവർണർ ആരായിരുന്നു എന്ന് ചോദിക്കാം. നരസിംഹം കമ്മീഷൻ. അപ്പോൾ നരസിംഹമാണ്. അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ടത് RBI കേഡറിൽ നിന്നും RBI ഗവർണറായ ഏക വ്യക്തി കൂടിയാണ് ആര്? നരസിംഹം. ഓർത്ത് വെക്കുക, 2021 അന്തരിച്ചു. നരസിംഹം കമ്മീഷൻ ബാങ്കിങ് മേഖലാ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത് 13ാമത്തെ RBI ഗവർണറാണ്. മാത്രമല്ല RBI കേഡറിൽ നിന്നും RBI ഗവർണറായ ഏക വ്യക്തി കൂടിയാണ്, ഏക RBI ഗവർണർ കൂടിയാണ് ആരെന്ന് പറയുന്നത്? നരസിംഹം. ഓർത്ത് വെക്കണേ, എം നരസിംഹം. പിന്നീട് ഓർത്ത് വെക്കേണ്ട ഒരു വിയോഗമാണ് വിവേക്. ഈ അടുത്തിടയ്ക്ക് അന്തരിച്ച വിവേക് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തമിഴ് സിനിമാ നടനാണ്. ആര്? വിവേക്. അദ്ദേഹം അന്തരിച്ചതും 2021. ഓക്കെ, ഓർത്ത് വെക്കുക, എം നരസിംഹവും വിവേക്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, 2021 ലോക പുസ്തക തലസ്ഥാനം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? അപ്പോൾ 2021 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിബിലസി ആണ്. ഇത് ജോർജിയയിലുള്ള സ്ഥലമാണ്. അപ്പോൾ തിബിലസി ജോർജിയ. 2021 ലോക പുസ്തക തലസ്ഥാനം തിബിലസി ജോർജിയ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പുസ്തക ദിനത്തെ കുറിച്ച് കൂടി പഠിച്ചു വെക്കാം. 2021 ലോക പുസ്തക തലസ്ഥാനം തിബിലസി ജോർജിയ. 2021 ലോക പുസ്തക ദിനത്തിന്റെ തീം, അതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ടു ഷെയർ എ സ്റ്റോറി. 2021 ലോക പുസ്തക ദിനത്തിന്റെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ലോക പുസ്തക ദിനം എന്ന ഏപ്രിൽ 23 അല്ലെ? നമുക്ക് വില്യം ഷേക്സ്പിയറുടെ ജന്മദിനമാണെന്നൊക്കെ, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രശസ്തനായ വില്യം ഷേക്സ്പിയറുടെ ജന്മദിനമാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ലോക പുസ്തക ദിനമായ ഏപ്രിൽ 23 2021 അതിന്റെ തീം എന്താണ്? ടു ഷെയർ എ സ്റ്റോറി എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1996 മുതലാണ് ഇത്തരത്തില് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ലോക പുസ്തക ദിനം 2021 തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജിയ, തിബിലസി. അതുപോലെ തന്നെ ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം ടു ഷെയർ എ സ്റ്റോറി. ലോക പുസ്തക ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഏപ്രിൽ 23 ലോക പുസ്തക ദിനം ആചരിക്കാൻ തുടങ്ങിയത് 1996 മുതലാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, എൻകോർ എന്താണെന്ന് നമുക്ക് നോക്കാം. എൻകോർ എന്താണെന്ന് ചോദിച്ചാൽ കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി തയ്യാറാക്കിയ കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേരാണ് എൻകോർ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം എങ്ങനെ വരാം? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രഖ്യാപനത്തിനായി സെലക്ട് ചെയ്ത അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ച കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? എൻകോർ. ഓക്കെ, നെക്സ്റ്റ്, അടുത്തിടെ ക്ഷീരപഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തത്തിന്റെ പേര്. അടുത്തിടെ ക്ഷീരപഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തത്തിന്റെ പേരാണ് യൂണിക്കോൺ. അടുത്തിടെ ക്ഷീരപഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തത്തിന്റെ പേരാണ് യൂണിക്കോൺ. ഒരു വണ്ടിയുടെ പേരുണ്ട് അല്ലെ, യൂണിക്കോൺ. ഓർത്ത് വെക്കണ, ഏറ്റവും ചെറിയ തമോഗർത്തമാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ലാഹോറിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത്. നെക്സ്റ്റ്, 2022 വനിതാ വേൾഡ് കപ്പ് ഏകദിന ക്രിക്കറ്റിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡിലാണ്. 2022 വനിതാ ഏകദിന വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് ന്യൂസിലൻഡ്. നെക്സ്റ്റ്, ODF പ്ലസ് സർട്ടിഫിക്കേഷൻ നേടുന്ന, അതായത് സ്വച്ഛ് ഭാരത് മിഷന്റെ ODF പ്ലസ് സർട്ടിഫിക്കേഷൻ നേടുന്ന ആദ്യ കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ.
എന്താണ് സ്വച്ഛ് ഭാരത് മിഷന്റെ ODF+ സർട്ടിഫിക്കേഷൻ നേടുന്ന ആദ്യ കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഏത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞെന്ന് ചോദിച്ചാൽ റൗൾ കാസ്ട്രോ ആണ്. ഏത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞത്? റൗൾ കാസ്ട്രോ. ഏത് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞത്? റൗൾ കാസ്ട്രോയാണ്. നെക്സ്റ്റ്. 2021 തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരന്. 2021 തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരനാണ്. മറ്റു ചില പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ കലിംഗരത്ന പുരസ്കാരം അങ്ങനെ കുറെ പുരസ്കാരങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്ക്, അത് കാണുക. അപ്പോൾ 2021 തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരനാണ്. നെക്സ്റ്റ്. കോവിഡ് രോഗികൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഓക്സിജൻ, അത്യാവശ്യത്തിന് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ ഓക്സിജൻ എക്സ്പ്രസ് എന്നാണ്. അപ്പോൾ ഓക്സിജൻ എക്സ്പ്രസ് എന്താണ്? കോവിഡ് രോഗികൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത്യാവശ്യമായി അടിയന്തരമായി ഓക്സിജൻ എത്തിക്കാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയുടെ പേരാണ് ഓക്സിജൻ എക്സ്പ്രസ്. നെക്സ്റ്റ്. കെ മാധവന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കാം. വാൾട്ട് ഡിസ്നി കമ്പനി ഓഫ് ഇന്ത്യയുടെയും സ്റ്റാർട്ട് ഇന്ത്യയുടെയും മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവനാണ്. വാൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യയുടെയും സ്റ്റാർ ഇന്ത്യയുടെയും മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? കെ മാധവൻ. ഒന്നുകൂടി വേഗം പറയാം. കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആരുടെ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രഖ്യാപനത്തിനായി നിർമ്മിച്ചിട്ടുള്ള കൗണ്ടിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേരാണ് ഇൻകോർ. അടുത്തിടെ ക്ഷീരപഥത്തിനടുത്തായി കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തത്തിന്റെ പേരാണ് യൂണിക്കോൺ. നെക്സ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ ലാഹോറിൽ. 2022 വനിതാ ഏകദിന വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ വേദി ന്യൂസിലൻഡ്. ODF+ സർട്ടിഫിക്കേഷൻ നേടുന്ന സ്വച്ഛ് ഭാരത് മിഷന്റെ ODF+ സർട്ടിഫിക്കേഷൻ നേടുന്ന ആദ്യത്തെ കോർപ്പറേഷനാണ്, അല്ലെങ്കിൽ നിലവിലെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി ഈ അടുത്തിടയ്ക്ക് സ്ഥാനമൊഴിഞ്ഞ നേതാവിന്റെ പേര് റൗൾ കാസ്ട്രോ. 2021 തകഴി പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരൻ. ഇനി കോവിഡ് രോഗികൾക്ക് അടിയന്തരമായി ഓക്സിജൻ എത്തിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയുടെ പേരാണ് ഓക്സിജൻ എക്സ്പ്രസ്. നെക്സ്റ്റ്. വാൾട്ട് ഡിസ്നി ഇന്ത്യയുടെയും സ്റ്റാർ ഇന്ത്യയുടെയും മേധാവിയെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കെ മാധവൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു ചൊവ്വാ ദൗത്യത്തിന്റെ പേര് നമുക്ക് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ 2021 ഫെബ്രുവരി 18 ചൊവ്വയുടെ ജെസ്റോ ക്രേറ്ററിൽ ഇറങ്ങിയ നാസയുടെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്ത്? നാസയാണ് ഈ ചൊവ്വാ ദൗത്യം തുടങ്ങിയത്. എന്നാണ് അവിടെ ഇറങ്ങിയത്? ചൊവ്വയിലെ ജെസേറോ ക്രേറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയ നാസയുടെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് ഏത്? പെർസിവിയറൻസ്. ഏതാണ്? പെർസിവിയറൻസ്. ഓർത്തു വയ്ക്കുക. 2021 ഫെബ്രുവരി 18. ഓക്കെ. ചൊവ്വയിലെ ജെസേറോ ക്രേറ്ററിൽ ഇറങ്ങിയ നാസയുടെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് പെർസിവിയറൻസ്. പെർസിവിയറൻസ്. ഇനി ഓർത്തു വെക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2021 ഏപ്രിൽ 19, ഫെബ്രുവരി 18 അല്ലേ ഇത്? അടുത്തത് ഏപ്രിൽ 19 ആണ്. ഓർത്തു വെക്കണേ. ഏപ്രിൽ 19 ചൊവ്വയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ചൊവ്വയിൽ പറക്കൽ ആരംഭിച്ച റോബോട്ടിക് ഹെലികോപ്റ്ററിന്റെ പേരെന്താണ്? റോബോട്ടിക് ഹെലികോപ്റ്ററിന്റെ പേരാണ് ഇൻജെന്യൂറ്റി. മറക്കല്ലേ, ഇതിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ പെർസീവറൻസിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇൻജെന്യൂറ്റി എന്ന് പറയുന്ന ഹെലികോപ്റ്ററിനെ. ഇത് പറക്കാൻ ആരംഭിച്ചു. ഏതാണ്ട് 30 സെക്കൻഡോളം പറന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2021 ഏപ്രിൽ 19 ചൊവ്വയിൽ പറക്കൽ ആരംഭിച്ച റോബോട്ടിക് ഹെലികോപ്റ്ററിന്റെ പേരാണ് ഇൻജെന്യൂറ്റി. ഏതാണ്ട് 1.8 kg ഭാരമേ ഇതിനുള്ളൂ. 1.8 kg ഭാരമാണ് ഇതിനുള്ളത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്, നാസയുടെ ചൊവ്വാ ദൗത്യം 2021 ഫെബ്രുവരി 18 ചൊവ്വയിലെ ജെസേറോ ക്രേറ്ററിൽ ലാൻഡ് ചെയ്ത നാസയുടെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് പെർസിവിയറൻസ്. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള 2021 ഏപ്രിൽ 19 പറക്കൽ ആരംഭിച്ച റോബോട്ടിക് ഹെലികോപ്റ്ററിന്റെ പേരാണ് ഇൻജെന്യൂറ്റി. ഈ ഇൻജെന്യൂറ്റി
എന്ന് പറയുന്ന ഇതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 1.8 kg ആണ്. ഇൻജെന്യൂറ്റി എന്ന പേര് നിർദ്ദേശിച്ചതും ഇതിന്റെ എഞ്ചിനീയറും ആരാണ് നമുക്ക് പഠിച്ചു വെക്കണം. കാരണം ഇന്ത്യൻ വംശജരാണ് ഇവർ രണ്ടുപേരും. ഇൻജെന്യൂറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ സ്റ്റുഡന്റ് ആയ വിദ്യാർത്ഥിയായ വനേസ രൂപാണിയാണ്. ഒരു ഉപന്യാസ മത്സരത്തിലൂടെ വനേസ രൂപാണിയാണ്, ഇന്ത്യൻ സ്റ്റുഡന്റ് ആയ വനേസ രൂപാണിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. ഏത് പേര്? ഇൻജെന്യൂറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. ഇപ്പൊ ഇന്ത്യൻ വംശജയാണ് ഇൻജെന്യൂറ്റി എന്ന പേര് നിർദ്ദേശിച്ച ഇന്ത്യൻ വംശജയായ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയായ വ്യക്തിയുടെ പേരാണ് വനേസ രൂപിണി. വനേസ രൂപിണി. ഓക്കെ, ഇനി ഇതിന്റെ ഇൻജെന്യൂറ്റിയുടെ എഞ്ചിനീയർ ആരാണെന്ന് ചോദിച്ചാൽ, ഈ പറക്കൽ നടത്തിയ ഹെലികോപ്റ്ററിന്റെ എഞ്ചിനീയർ ആരാണെന്ന് ചോദിച്ചാൽ ഇത് ഒരു ഇന്ത്യൻ വംശജനാണ്. പേര് ബോബ് ബൽറാം എന്നാണ്. പേര് എന്താണ്? ബോബ് ബൽറാം. ബോബ് ബൽറാം മദ്രാസ് IIT-യിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഇന്ത്യൻ വംശജനും ഒക്കെ ആയിരുന്നു ബോബ് ബൽറാം. അപ്പൊ ഓർത്ത് വെക്കണേ. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞത്? 2021 ഫെബ്രുവരി 18 ചൊവ്വയിലെ ജെസേറോ ക്രേറ്റർ മറക്കരുത്, അവിടെ ഇറങ്ങിയ നാസയുടെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് പെർസിവിയറൻസ്. ഈ പെർസിവിയറൻസിൽ ഘടിപ്പിച്ചിട്ടുള്ള എന്നാൽ 2021 ഏപ്രിൽ 19 പറക്കൽ ആരംഭിച്ച റോബോട്ടിക് ഹെലികോപ്റ്ററിന്റെ പേരാണ് ഇൻജെന്യൂറ്റി. ഇൻജെന്യൂറ്റി എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ഒരു ഉപന്യാസ മത്സരത്തിലൂടെ ഇന്ത്യൻ വംശജയും അതുപോലെ സ്റ്റുഡന്റുമായ വനേസ രൂപാണിയാണ്. ഇതിന്റെ എഞ്ചിനീയർ ആരാണെന്ന് ചോദിച്ചാൽ അതും ഒരു ഇന്ത്യൻ വംശജനാണ്, ബോബ് ബൽറാം ആണ്. അതുപോലെ തന്നെ ഈ പെർസിവിയറൻസ് എന്ന് പറയുന്ന ഈ ചൊവ്വ ദൗത്യത്തില് ഒരു ഓക്സിജൻ അത് വെച്ചിട്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. ഏപ്രിൽ 20 അത്തരത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചു. 2021 ഏപ്രിൽ 20 ഇതില് പെർസിവിയറൻസിൽ എന്ത് ഉൽപ്പാദിപ്പിച്ചു? ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചു. ഏതാണ്ട് 5.4 ഗ്രാം ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ ഓക്സിജൻ ഇത്തരത്തിൽ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായിട്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറഞ്ഞ പെർസിവിയറൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾ വഴിയാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചത്. അതുകൂടി ഓർത്തിരിക്കുക. അത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കും മോക്സി എന്നാണ് അതിന്റെ പേര് പറയുന്നത്. മോക്സി. ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച ഇതിന് പേര് കൊടുത്തത് എങ്ങനെയാണ്? മോക്സി. ഓക്സിജൻ മോക്സി. 5.4 ഗ്രാം ഓക്സിജൻ ആണ് ഉൽപ്പാദിപ്പിച്ചത്. അത് 2021 ഏപ്രിൽ 20 ഇത്തരത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് തന്നെ ആദ്യമായാണ് ഭൂമിയിൽ അല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഈ പെർസിവിയറൻസിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പൊ അതുകൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങള് പെർസിവിയറൻസും ഇൻജെന്യൂറ്റി എന്ന് പറയുന്ന ഹെലികോപ്റ്ററും ചൊവ്വ ദൗത്യവും നാസയുടെ ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് 2021 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? നമുക്കറിയാം ലോക ഭൗമദിനം എന്നാ ഏപ്രിൽ 22 അല്ലെ. ലോക ഭൗമദിനം ഏപ്രിൽ 22. 2021 കുറച്ചു മുമ്പ് നമ്മൾ പുസ്തക ദിനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ, ടു ഷെയർ എ സ്റ്റോറി, അതിന്റെ തീം. അപ്പൊ ഓർത്ത് വെക്കുക, 2021 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ റീസ്റ്റോർ അവർ ഹെൽത്ത്. അപ്പോൾ ലോക ഭൗമദിനം ഏപ്രിൽ 22, അതിന്റെ പ്രമേയം 2021 എന്താണ്? റീസ്റ്റോർ അവർ ഹെൽത്ത്. റീസ്റ്റോർ അവർ ഹെൽത്ത്. നെക്സ്റ്റ് നമുക്കറിയാം ഒരു പ്രമുഖ വാർത്താ ഏജൻസിയാണ് റോയിട്ടേഴ്സ് അല്ലെ. ലണ്ടൻ ആസ്ഥാനമായാണ് ഈ പ്രമുഖ വാർത്താ ഏജൻസി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഏതാണ്ട് 170 വർഷത്തോളം പഴക്കമുണ്ട്. ഈ പറഞ്ഞ വാർത്താ ഏജൻസിക്ക് പ്രമുഖമായ ഒരു വാർത്താ ഏജൻസിയാണ്. അപ്പോൾ ഇതിന്റെ എഡിറ്റർ ഇൻ ചീഫായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത, ആദ്യമായിട്ടാണ് ഒരു വനിത ഇതിന്റെ എഡിറ്റർ ഇൻ ചീഫായിട്ട് വരുന്നത്. പ്രമുഖ വാർത്താ ഏജൻസി 170 വർഷത്തോളം പഴക്കമുള്ള പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്, ലണ്ടനാണ് ആസ്ഥാനം. ഇതിന്റെ എഡിറ്റർ ഇൻ ചീഫായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണെന്ന് ചോദിച്ചാൽ അലക്സാൻഡ്രോ ഗലാനി. അലക്സാൻഡ്രോ ഗലാനിയാണ്. മറക്കല്ലേ, ആദ്യമായിട്ടൊരു ആണ് ഒരു വനിത ഈ പോസ്റ്റിലേക്ക് വരുന്നത്. ഇതിന്റെ റോയിട്ടേഴ്സിന്റെ എഡിറ്റർ ഇൻ ചീഫ് എന്നുള്ള പോസ്റ്റിലേക്ക് വരുന്ന ആദ്യ വനിതയാണ് അലക്സാൻഡ്രോ ഗലാനി. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഓസ്കാർ, അതുപോലെ തന്നെ മറ്റു പെർസിവിയറൻസ് പോലുള്ള ചൊവ്വ ദൗത്യത്തിന്റെ പേരുകൾ, വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് പോകുന്നു. നന്ദി.